إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യർ എന്ന നിലക്ക് സമൂഹവുമായി ജീവിക്കുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ ഇടപാടുകളിലും മര്യാദകളിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ നല്ല സ്വഭാവങ്ങളും ഒത്തിണങ്ങിയ വ്യക്തിത്വമായിരുന്നു ലോകരിലേക്ക് കാരുണ്യമായി കടന്നുവന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സ്വഭാവത്തിന്റെയും സവിശേഷതകളായിരുന്നു പ്രവാചകൻ നിലകൊണ്ട ആദർശത്തിലേക്ക് അതിനെ തെറ്റിദ്ധരിച്ച ആളുകളും അതിനെ എതിർത്തിരുന്ന ആളുകളും അതിലേക്ക് ആകൃഷ്ടരാകാനുള്ള സുപ്രധാനമായ കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിർത്തി വന്ന സ്വഭാവത്തിന്റെ സവിശേഷതകളായിരുന്നു. അങ്ങേയറ്റമുള്ള ക്ഷമയും വിനയവും താഴ്മയും സത്യസന്ധതയും വിട്ടുവീഴ്ചയും കാരുണ്യവും വാത്സല്യവും അനുകമ്പയും തുടങ്ങി എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിഴലിച്ചു നിന്നതായിട്ട് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മളൊക്കെയും ഒരു വലിയ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ മനസ്സൊന്നും പലപ്പോഴും നല്ലതല്ല എന്ന്
നമ്മൾ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകളുമായിട്ടുള്ള പരസ്പര വിശ്വാസക്കുറവ് മുതൽ, ആളുകളെ തെറ്റിദ്ധരിക്കുന്നത് മുതൽ, ആളുകൾക്കെതിരെ ഉള്ളതോ ഇല്ലാത്തതോ ആയ മോശമായ സംഗതികൾ പ്രചരിപ്പിക്കുന്നത് മുതൽ, ജനങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നത് മുതൽ, ആളുകളുടെ അഭിമാനത്തെ തകർക്കുന്നത് മുതൽ, അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ദുസ്വഭാവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാ ആളുകളും. അതിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. എന്നാലും സാമൂഹികമായി ജീവിക്കുന്ന വേളയിൽ എത്ര നല്ല മുത്തഖി എന്നറിയപ്പെട്ട ആൾക്കും ഇതര ആളുകളോട് സഹവസിക്കുന്ന, ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള മര്യാദകൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ദേഷ്യവും എടുത്തുചാട്ടവും അക്ഷമയും എല്ലാ കാര്യങ്ങളും അനാവശ്യമായി ഇടപെട്ട് പ്രശ്നമുണ്ടാക്കലും, അങ്ങനെയുള്ള ഒരു വല്ലാത്ത വൃത്തികെട്ടൊരു ലോകമാണ് നമ്മുടെ ജീവിതവും കുടുംബവും സംവിധാനവുമെല്ലാം. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന ഖുതുബയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. ഓരോ മനുഷ്യർക്കും അല്ലാഹു അവന്റേതായ ഒരു ഫിത്രത്ത് നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചതും പോറ്റി വളർത്തുന്നത്. എല്ലാ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ ശൈലികളും സ്വഭാവങ്ങളും വേഗതയും വലുപ്പവും എല്ലാം എല്ലാറ്റിലും വ്യത്യാസമാണ്. സൗമ്യരായി ജീവിക്കുന്ന ഒരു വിഭാഗം, നമ്മളുടെ ഭാഷയിൽ ചില ആളുകൾ വളരെ പോരാന്ന് നമ്മൾ പറയാം, ഒന്നിനും പറ്റില്ല. യഥാർത്ഥത്തിൽ ആ പറ്റില്ല എന്ന് നമ്മൾ വിലയിരുത്തി അയാളുടെ സ്വഭാവ ഗുണമായിരിക്കും അയാളെ ഒരുപക്ഷെ സ്വർഗത്തിൽ സെലക്ട് ചെയ്യപ്പെടാനുള്ള കാരണമായി മാറുക. നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ദൂഷ്യതകൾ, അതിനുവേണ്ടി അയാൾ നിലകൊള്ളുന്ന അയാളുടെ സ്വഭാവ ക്രമക്കേടുകൾ ഒരുപക്ഷെ അയാളെ പരലോകത്ത് തകർത്ത് കളഞ്ഞേക്കും. ഇതെല്ലാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ട തലങ്ങളാണ് എന്നതാണ് വാസ്തവം. വിവേകവും പക്വതയും ഏറ്റവും നല്ല ഗുണങ്ങളാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അൻ ഇബ്നു അബ്ബാസ് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലിഅശജി അബ്ദുൽ ഖൈസ് ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമാ അല്ലാഹ് അൽ ഹിൽമു വൽ അനാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശജ് ഇബ്നു അബ്ദുൽ ഖൈസിനോട് പറഞ്ഞു, നിന്നിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് ഗുണങ്ങളുണ്ട്. ഈ രണ്ട് ഗുണങ്ങൾ നിന്നിലുണ്ടെങ്കിൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത, പറഞ്ഞുകൊടുത്ത രണ്ട് സ്വഭാവമാണ് വിവേകവും അവധാനതയും. അവധാനത എന്ന് പറഞ്ഞാൽ പക്വത, ഏതൊരു വിഷയത്തെയും പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. അതെല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവർക്കും കിട്ടാവുന്നതാണ് പരിശ്രമിച്ചാൽ. ആരും അതിന് പരിശ്രമിക്കാറില്ല. എല്ലായിടത്തും പക്വതക്കുറവ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതേപോലെ തന്നെയാണ് വിവേകം. വിവേകം എന്ന് പറഞ്ഞാൽ വികാരത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഭാര്യയോടാവട്ടെ, മക്കളോടാവട്ടെ, സ്വന്തം കൂട്ടുകാരനോടാവട്ടെ, സ്വന്തം സഹപാഠിയോടാവട്ടെ, പാർട്ട്ണറോടാവട്ടെ, സഹയാത്രികനോടാവട്ടെ, അയൽവാസികളോടാവട്ടെ, ആളുകൾ കാണിക്കുന്ന ഇടപാടുകളിൽ കൃത്യമായ വിവേകപൂർവമായ നീക്കങ്ങൾ നടത്തിയാൽ, ആ കാര്യങ്ങളിൽ, ആ പ്രശ്നത്തിൽ നമ്മൾ തലയിടുമ്പോൾ വിവേകപൂർവം തലയിട്ടാൽ, പ്രിയപ്പെട്ടവരെ, അതിന്റെ ഭംഗി ചെറുതല്ല. അവിവേകത്തോടുകൂടി നമ്മൾ കാണിച്ചാൽ താൽക്കാലികമായി നമ്മൾ ഒരു പക്ഷേ അതിനെ അതിജീവിച്ചതായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മളുടെ അവിവേകം എതിർകക്ഷിയെ വല്ലാതെ വിഷമിപ്പിക്കുമെന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ദുസ്വഭാവങ്ങൾ, സത്യവിശ്വാസികളെ നിങ്ങൾ ഇന്നത് ചെയ്യല്ലേ, സത്യവിശ്വാസികളെ ഇന്നത് നിങ്ങൾ ഊഹിക്കല്ലേ, നിങ്ങളുടെ കൂട്ടുകാരനെ പറ്റി ദുഷിച്ചത് പറയല്ലേ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ശബ്ദത്തിൽ സംസാരിക്കല്ലേ, ഇങ്ങനെ ഒരുപാട് സ്വഭാവ മര്യാദകൾ നിരവധി ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനൽ-വന്ന്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഊഹത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, ഊഹിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം.
കാരണം ഇന്ന ബഅദ ഇസ്മുൻ, നിശ്ചയമായും ഊഹത്തിൽ മിക്കതും പാപമാണെന്നാണ് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആളുകളെ നമ്മൾ വിലയിരുത്തുന്ന രൂപത്തിലായിരിക്കില്ല വാസ്തവങ്ങൾ കിടക്കുക. നമ്മൾ മനുഷ്യരാണ്. അള്ളാഹുവിന്റെ അത്ര അറിവോ ജ്ഞാനമോ അദൃശ്യജ്ഞാനം അറിയാനുള്ള കഴിവോ നമുക്കില്ല എന്നുള്ള കാര്യമാണ് ആദ്യമായി നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ വിലയിരുത്തുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. സ്ഥിരമായി സ്കൂളിൽ നേരം വൈകി വരുന്ന കുട്ടി സ്ഥിരമായി ടീച്ചറോട് അടിവാങ്ങുന്ന ഒരു കുട്ടിയെപ്പറ്റി പിന്നീട് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ കുട്ടി എന്നും അടിവാങ്ങും, നാളെ നേരത്തെ വരാമെന്ന് പറയും. പക്ഷെ ആ കഥയിൽ പറയുന്നുണ്ട്, സ്വന്തം പിതാവിനെ ശുശ്രൂഷിക്കാനായി ചികിത്സിക്കാനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ട്രോളിയും ഉന്തി വാപ്പനെ വേഗത്തിൽ ഓടി വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഓടിക്ക് വെച്ച് സ്കൂളിലെത്തുന്ന ഒരു മോനാത്. പക്ഷെ അത് ഇന്ന കാരണത്താലാണെന്ന് ആ കുട്ടി മറച്ചു വെക്കുകയായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് പലരും കഥ. വല്ലാതെ സാരസമ്പൂർണമായ ഒരു വല്ലാത്ത മെസ്സേജ് നമുക്ക് അതിലൂടെ തരുന്നുണ്ട്. ആളിൽ നമ്മൾ വിലയിരുത്തുന്നത് പോലെ ആകില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും വാസ്തവങ്ങൾ. ഒരുപക്ഷെ നമ്മൾ ഊഹിക്കുന്നതിന് നിദാനമായിട്ടുള്ള എന്തെങ്കിലും പോയിന്റുകൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയേക്കും. എന്നതുകൊണ്ടും വാസ്തവങ്ങൾ എവിടെ കിടക്കുന്നു എന്നത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. അങ്ങനെ പേടിച്ചാലേ നമുക്ക് ഈ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാവുകയുള്ളൂ. വല തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്. അതേ ആയത്തിൽ അല്ലാഹു പറയുന്നു, വല യഅതബ ബഅദുകും ബഅദാ, നിങ്ങൾ ചാരപ്രവൃത്തി നടത്തരുത്. നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദൂഷണം പറയരുത്. വ്യാപകമായി നടക്കുന്ന ഒരു ദുസ്വഭാവമാണ് ഈ സംഭവം. 10 ആളുകൾ അല്ലെങ്കിൽ 5 ആളുകൾ കൂടിയിരുന്ന് സംസാരിച്ചെടുത്തുനിന്ന് ഒരുത്തൻ പുറത്തേക്ക് പോയാൽ ഈ 4 ആള് പിന്നെ ഓനെ കെട്ടിത്തൂക്കിടും. വീടകങ്ങളിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരാൾ അധ്വാനിച്ച ആ ചെലവിൽ ജീവിക്കുന്ന ആളുകൾ, ആ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ മനുഷ്യന്റെ ഇറച്ചി തിന്നുകയാണ്, അയാളെ ഇല്ലാതാക്കുകയാണ്, അയാളെ അപമാനിക്കുകയാണ്, അയാളെ ബഹുമാനിക്കേണ്ടതിന് പകരം ആദരിക്കേണ്ടതിന് പകരം അയാളുടെ ഏതെങ്കിലും പോരായ്മകൾ മറച്ചു വെക്കുന്നതിന് പകരം ആ മനുഷ്യനെ തകർത്ത് തരിപ്പണമാക്കുന്ന ദുസ്വഭാവങ്ങളുണ്ട് നമ്മുടെ ഈ നാവെന്ന അവയവത്തിൽ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്. നിന്റെ സഹോദരൻ, അവൻ മരണപ്പെട്ട് കിടക്കുന്ന സഹോദരന്റെ ശവം തിന്നാൻ, ആ മരിച്ചു കിടക്കുന്ന വയ്യത്ത് തിന്നാൻ നിനക്ക് സാധിക്കുമോ? അറപ്പാണല്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. കഴിയില്ല അല്ലേ? അത്രയും വൃത്തികേടാണത്രേ സ്വന്തക്കാരെ പറ്റി കൂട്ടുകാരനെ പറ്റി ഇല്ലാത്തത് പറയലും ദൂഷണം പറയലും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയാണ് അല്ലാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിന്റെയും മുന്നിൽ മുൻകടന്ന് പ്രവർത്തിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏതൊരു ദീനിന്റെ കാര്യത്തിലും നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് തീരുമാനിക്കരുത്, അവരെ മുൻകടക്കരുത്. അവര് പറഞ്ഞിരിക്കുന്ന അവധാനതയും സൂക്ഷ്മതയും പക്വതയും ഏത് വിഷയത്തിലും സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ആളുകൾ കൊണ്ടുവരുന്ന വാർത്തകളെ കൃത്യമായി പഠിക്കാതെയോ അല്ലെങ്കിൽ അതിനെ പേടിക്കാതെയോ അതിനെ പ്രചരിപ്പിക്കുന്ന സ്വഭാവം, ഇതൊക്കെ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും കെട്ടുറപ്പ് തകർത്ത് കളയുന്ന ദുസ്വഭാവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കും ചെറുതല്ലേ എന്ന്. മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പത്നിയെ പറ്റി നിങ്ങൾക്ക് ഓളുമതിയല്ല, ഓളോടാണല്ലോ ഇഷ്ടം. ആ ഒരു താനി കസീർ, ആ കുളത്തിപ്പെണ്ണ്, ഐറ്റ് കുറഞ്ഞ പെണ്ണ് എന്ന രൂപത്തിലൊരു പ്രയോഗം നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ വായിൽ നിന്ന് വന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചൂർന്നുള്ള പ്രവാചകൻ പറഞ്ഞു, യാ ആയിഷ ലഖദ് കുൻതു കലിമതൻ ഉഖ്രിജത് ബിമാഇൽ ബഹരി ലമസ്ജത്. ആയിഷ, നിന്റെ വാക്കെങ്ങാനും ആ സമുദ്രത്തിൽ മുക്കിയാൽ ആ സമുദ്രത്തിന്റെ നിറം മാറിപ്പോകും, അത്ര ഡേഞ്ചറാണ് നീ പറഞ്ഞത് എന്ന്. നമ്മളും പറയാറുണ്ട്, ആളുകളെ പറ്റി പറഞ്ഞത് അയാളിൽ ഉള്ളതല്ലേ.
അയാൾ ഇല്ലതാണല്ലോ, ഞാൻ കണ്ടതല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അയാളിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾ അയാളെ പറ്റി പരദൂഷണം പറഞ്ഞു, അയാളിൽ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ അയാളെ പറ്റി പച്ചക്കള്ളവും പറഞ്ഞു. ഒരു വ്യക്തിയുടെ അയാൾ കൊണ്ടുവരുന്നൊരു അഭിമാനമുണ്ട്, അയാൾ കൊണ്ടുവരുന്നൊരു വിലയുണ്ട്, അയാൾക്കൊരു മൂല്യമുണ്ട്. അത് തകർത്ത് കളയുക എന്നത് എളുപ്പമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് മുഅ്മിനീങ്ങളെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നു. അവിടെയുള്ള കാഫിറുകളെയല്ല, മുശ്രിക്കുകളെയല്ല, താൻ തോന്നികളായി നടന്നവരെയല്ല, ജാഹിലിയ്യത്തിൽ ജീവിച്ചവരെയല്ല, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടുള്ള പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല. സത്യവിശ്വാസികളെ, ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തയും ന്യൂസും കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല. നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ച് വ്യക്തമായ അറിവുകൾ അറിയാതെ, വ്യക്തമായ അതിന്റെ സത്യമറിയാതെ നിങ്ങൾ അതിനെന്ത് ചെയ്യരുത്? പ്രചരിപ്പിക്കരുത്. കാരണം അല്ലാഹു പറയുകയാണ്, വല്ല ജനതക്കും നിങ്ങൾ ആപത്തുണ്ടാക്കുകയും എന്നിട്ട് അത് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്തേക്കാം. അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരായത്താങ്ങൾ നോക്കി. ഈ ആയത്തിലൊക്കെ നമ്മൾ കുറച്ചേരി ഇരിക്കണം. കുറെ മുമ്പൊക്കെ കേട്ട ആയത്താന്ന് പറയരുത്, അങ്ങനെ പറഞ്ഞിട്ട് ഒതുക്കരുത്. നമ്മൾ വിചാരിക്കാത്തിടത്തേക്ക് അതിന്റെ അപകടം കൊണ്ടുവരും. ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ അതിനെ ഇടപെട്ട് പരത്തിയതിന്റെ പേരിൽ വലിയ പ്രശ്നം വേക്കുന്നു വരും. നമ്മൾ ഒരാളെ പറ്റി അപവാദം മോശമായത് പറഞ്ഞു, അയാൾ അതിന് ഇല്ലാത്തതായിരുന്നു, അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല, അയാൾ അതിന്റെ പേരിൽ ഹൃദയാഘാതം മൂലം മരിച്ചുപോയി എന്ന് വിചാരിച്ചോളൂ, അയാൾ അതിന്റെ പേരിൽ മാനസികമായി നിലതെറ്റിപ്പോയി എന്ന് വിചാരിച്ചോളൂ, അയാൾ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന്റെ മണിമുഴക്കങ്ങളും ആ മരണത്തിന്റെ ഗന്ധവും നമ്മളിൽ നിന്ന് അകലുന്നതിന്റെ മുമ്പേ അത് സത്യമായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആരോട് നമ്മൾ മാപ്പ് പറയും? ആലോചിക്കണം. അതുകൊണ്ടാണ് ഏതൊരു വാർത്ത കേൾക്കുമ്പോഴും സൂക്ഷ്മതയോടെ, അവധാനതയോടെ, പക്വതയോടെ, അങ്ങേയറ്റമുള്ള മര്യാദയോടെ, അങ്ങേയറ്റമുള്ള ഭയപ്പാടോടെയല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ഇത് വലിയ അപകടം ഉണ്ടാക്കുക. നമ്മുടെ ചെറിയ മക്കളെ വരെ സംശയിക്കുന്നു മാതാപിതാക്കൾ. മക്കളോട് നീ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അലമുറയിട്ട് സ്ഥാപിക്കുന്നു മാതാപിതാക്കൾ. ആ കുരുന്നു പൈതലിന്റെ മനസ്സിൽ കണ്ടിട്ട് പോലുമില്ലാത്ത, ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഏതോ ഒരു അവിവേകമായിരിക്കും നമ്മുടെ ആ നിഷ്കളങ്കനായ മകനോടോ മകളോടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. ആ കുട്ടിക്ക് താങ്ങാനാവില്ല പ്രിയപ്പെട്ടവരെ. ആ കുട്ടി പിന്നീട് വളർച്ച മുരടിച്ചാലും, പഠിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോയാലും, ബുദ്ധിമാന്ദ്യം സംഭവിച്ചാലും, അകാലമായി നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു അസുഖം ആ കുട്ടിയെ പിടിപെട്ടാലും നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് വന്നതായിരിക്കും. ഈ ഒരൊറ്റ വാപ്പാന്റെ വർത്താനമായിരിക്കും അതിന് കാരണമായിട്ടുണ്ടാവുക. ആ കുട്ടി മുരണ്ടുപോകാൻ, ആ കുട്ടി ക്രിമിനലാകാൻ ഒരുപക്ഷെ കാരണമാവുക നമ്മൾ ഈ വിചാരിക്കാതെ ഉറപ്പിച്ചങ്ങോട്ട് പ്രഖ്യാപിക്കുന്ന കാരണമായിരിക്കും. അതേപോലെ തന്നെ ആ മനുഷ്യന്മാരുടെ സന്തോഷം. ആളുകൾക്ക് അല്ലാഹു വ്യത്യസ്തങ്ങളായ വരുമാനവും വ്യത്യസ്തങ്ങളായ ആരോഗ്യവുമാണ് നൽകാറുള്ളത്. ആളുകൾക്ക് അല്ലാഹു വ്യത്യസ്തങ്ങളായ ബാധ്യതയും വ്യത്യസ്തങ്ങളായ ഭാരവും അല്ലാഹു നൽകാറുണ്ട്. ആളുകൾ എന്നിട്ടും ചിരിച്ചും സന്തോഷിച്ചും സഹവസിച്ചും മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ അയാളുടെ സന്തോഷവും സമാധാനവുമായിരിക്കും. ആ സമാധാനത്തെ തകർക്കുന്ന, സ്വാസ്ഥ്യം കെടുത്തുന്ന രൂപത്തിലുള്ള അപമര്യാദകൾ വീടകങ്ങളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് വന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വലിയ മനുഷ്യന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ മൂടിവെച്ചുകൊണ്ട് ഒരുപാട് കാലം അയാൾ ജീവിച്ചെന്ന് വരില്ല, അയാൾ തകർന്നു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും. കുടുംബത്തിനകത്ത്, ദാമ്പത്യത്തിന്റെ അകത്ത്, അതേപോലെ മക്കൾക്കിടയിൽ, മാതാപിതാക്കൾക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ, നല്ല സ്നേഹമുള്ള സുഹൃത്തുക്കൾക്കിടയിൽ, നല്ല വിശ്വസ്തതയുള്ള പാർട്ണർമാർക്കിടയിൽ ഒക്കെയും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലാഹനെ നമ്മൾ സൂക്ഷിക്കണം. ഈ ആയത്തിലൊക്കെ നിങ്ങൾ അറിയുമോ എത്ര തവണയാ വത്തഖുള്ള എന്നല്ല പറയുന്നത് അറിയുമോ? ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് പറയാണ് വത്തഖുള്ള, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കും. ആ സൂക്ഷ്മത പ്രിയപ്പെട്ടവരെ അല്ലാഹനെ സൂക്ഷിക്കുന്നവർക്ക് കഴിയുകയുള്ളൂ ഇവിടെയൊക്കെയും സൂക്ഷിക്കാൻ. ഈ സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മളിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ വരുന്ന അപകടം പ്രിയപ്പെട്ടവരെ ചെറുതല്ല. ക്ഷമ
ക്ഷമയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇന്നമ സ്വബറു ഇൻദ സദമത്തിൽ ഊല, ക്ഷമ ആദ്യഘട്ടത്തിലാണ്. സോറി ട്ടോ, എന്നോട് അറിയാതെ ചെയ്തു പോയതാ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നതിനേക്കാളും നല്ലത് അവധാനതയോടെ ചിന്തിച്ച് ആ സമയത്ത് ക്ഷമിച്ച് സഹകരിച്ചേക്കാവുന്നതാണ്. അതായിരിക്കും നന്നാവുക. പിന്നീട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീട് മാപ്പപേക്ഷിച്ചിട്ടോ ഒന്നും കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കുന്ന കാര്യത്തിലോ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കറിയുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഒരു ജനതയെ ഉണ്ടാക്കി. എവിടെ? 1444 വർഷങ്ങൾക്ക് മുമ്പ് ജാഹിലിയ കാലത്തിൽ ജീവിച്ച ഒരു സമൂഹം, വല്ലാത്ത വൃത്തികെട്ട ജനത, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ആരെയും കൊല്ലാൻ ധൈര്യം കാണിക്കുന്നവർ, മനുഷ്യപുത്രിമാരെയും പുത്രന്മാരെയും കൊന്നവർ, ജീവനോടെ കുഴിച്ചു മൂടിയവർ, എല്ലാ ആളുകൾക്കും കിടന്നുകൊടുക്കാൻ മാത്രം വ്യഭിചാരം വ്യാപകമായി നടപ്പിലാക്കിയ സ്ത്രീകളുള്ള ഒരു ജനത, കള്ളിന്റെ വലിയ ചഷകങ്ങൾ, ഈന്തപ്പനയുടെ വലിയ ചഷകങ്ങളിൽ മദ്യം നിറച്ച് ജീവിച്ച സമുദായം, മദ്യത്തിൽ വീണ് കിടന്ന ഈച്ചയെ പിടിച്ചിട്ട്, ഈച്ചയെ നീ എത്ര ഭാഗ്യവാൻ, ഞാനായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മദ്യപാനികൾ പാടിയ ഒരു നാട്. അങ്ങനത്തെ ഒരു നാട് 0 ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന ഒരു നാടിനെയാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹിതമായ മഹോന്നതരായ ഒരു സമൂഹമാക്കി മാറ്റിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ടവരെ, ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. അവിടെ എന്താ? അല്ലാഹു ഓരോ തിന്മയെയും അവർക്ക് പറഞ്ഞു കൊടുത്തു, വിശ്വാസത്തിന്റെ പൂർണ്ണത പറഞ്ഞു കൊടുത്തു, അപകടങ്ങളെ പറഞ്ഞു കൊടുത്തു, ശിക്ഷാമുറകളെ പറഞ്ഞു കൊടുത്തു, ഓരോന്നിന്റെയും പ്രതിഫലത്തെ പറഞ്ഞു. അവരെന്തായിന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരും, ഞങ്ങൾക്ക് വല്ല നന്മയും പുതുതായി വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് പറയും. വീടകങ്ങളിൽ നിന്ന് ജോലിക്ക് പോകുന്നതിന് പകരം അയൽവാസിയുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകുമോ? പകരം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നിരിക്കാം, നാളെ ഞാൻ ജോലിക്ക് പോകാം, പകരം നിങ്ങൾക്ക് നാളെ ഇരിക്കാം എന്ന് പ്ലാനിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ദീന് പറഞ്ഞു കൊടുത്തവർ, പഠിക്കാൻ പോയവർ, അങ്ങനെ ഒരു സമുദായം അവരെവിടെ എത്തിയെന്നറിയോ? ചെറിയ ചെറിയ പാപങ്ങളെ അവർ ഭയപ്പെട്ടത് തന്റെ തലക്ക് മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാറക്കല്ല് വീഴുന്നത് ഭയന്നുകൊണ്ട്. വയനാട്ടിലൊക്കെ ഒരു സമൂഹം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ കുന്നിൻ ചരിവിലെ ആ കുന്നിന്റെ വലിയ ഭാഗം ഇനിയും വരുമോ എന്ന് ഭയന്നിട്ടുറങ്ങാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ വലിയ പാറക്കെട്ടുകൾ തലക്ക് മുകളിലേക്ക് വീഴുമോ എന്ന് ഭയന്ന് ജീവിക്കുന്നവരെ പോലെ പാപങ്ങളെ ഭയന്ന് ജീവിച്ചു. അത്രമാത്രമല്ല, ഓരോ പാപവും ചെയ്തു പോയ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാൻ തുടങ്ങി, പ്രവാചകരെ, ഞാനിങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, എന്റെ 12 പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ അയച്ച സഹാബിയെ എന്റെ കൂട്ടുകാർ കൊന്നപ്പോൾ ഞാൻ നോക്കി നിന്ന് പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, എന്നോട് വ്യഭിചരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ കുറ്റമേറ്റ് പറഞ്ഞിട്ട് എന്നെ രക്ഷപ്പെടുത്തി തരീനെന്ന് പറഞ്ഞ ആണുങ്ങൾ മാത്രമല്ല, സ്ത്രീകൾ വരെ വരുന്ന അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് രക്ഷപ്പെടുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവരെ ആ പരിസരവാസികളും ഇരിക്കുന്ന ആളുകളും അറിയുമോ? അതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലോ ഈ പോരായ്മകൾ പറഞ്ഞു വരുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് എല്ലാവരും നീങ്ങിയിരുന്നോളി എന്ന് പറഞ്ഞ അയാളുടെ ഈ സ്വകാര്യം, ഈ പ്രയാസം കേൾക്കുമ്പം അടുത്തുള്ള സഹാബികൾ എന്താണെന്നറിയോ? നമ്മളെ പോലെ ചിരിച്ചതായിരുന്നില്ല. അവർ പ്രാർത്ഥിച്ചു, പടച്ചോനെ, നമ്മൾ കേട്ടതില്ലാത്തതാകണേ അല്ലാഹുവേ, ആ മനുഷ്യന്, ആ സഹാബിക്ക് അങ്ങനെ ഉണ്ടാകരുതേ എന്നവര് ഗുണകാംക്ഷയോടുകൂടി തേടിയെന്നാണ്. അത്ര നന്നായി ആ സമുദായം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയോ ഈ കാരുണ്യം, ഞാൻ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ നമ്മളെ ദീന് പഠിപ്പിച്ചത് മനുഷ്യരോട് മാത്രമല്ല. മനുഷ്യരോട് മാത്രമാണെങ്കിൽ അതൊരു വോട്ട് ബാങ്ക് ആയിരിക്കും. മനുഷ്യരോട് മാത്രമാണെങ്കിൽ നാട്ടിൽ നേതാവാകാൻ വേണ്ടിയിട്ടായിരിക്കും. മനുഷ്യരോട് മാത്രമാണെങ്കിൽ നല്ല മുതലാളിയാണെന്ന് തൊഴിലാളികളെ കൊണ്ട് പറയിപ്പിക്കാനായിരിക്കും. മിണ്ടാപ്രാണികളായ ഇതര ജീവികളോടും ഇതേ സ്വഭാവം കാണിക്കണേ എന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതം നമ്മുടെ മതമാണ്. ഇതര ജീവികളോടും ആ മര്യാദ കാണിക്കാൻ പറഞ്ഞു. ശദ്ദാദ് റളിയല്ലാഹു അൻഹു നിന്ന് 2 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് പഠിപ്പിക്കുന്നുണ്ട്. നിശ്ചയം അല്ലാഹു ഇഹ്സാൻ, അതായത് നന്മ, എല്ലാ കാര്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ ആ കൊല ഏറ്റവും നന്നാക്കണം, അതിനെ ഇടങ്ങാറാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇനിയോ
ബലിയറക്കുകയാണെങ്കിൽ ആ അറവ് നിങ്ങൾ ഏറ്റവും നന്നാക്കണം. നിങ്ങളിൽ ഒരുവൻ കത്തിയുടെ മൂർച്ച കൂട്ടിയിട്ട് ബലിമൃഗത്തിന് ആശ്വാസം നൽകണം. ബലി എന്ന് പറയുന്നത് വലിയൊരു സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും ഒരു മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അതിനെ അറുത്ത് വീണ്ടും അതിനെ പിടിച്ചു വെച്ച് വീണ്ടും അറുത്ത് അതിനെങ്ങനെ നിലവിളിപ്പിച്ച് ചെയ്യരുതേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് മുമ്പ് ഒരു ചരിത്രം. ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തിന് ദാഹം കഠിനമായപ്പോ അദ്ദേഹം ഒരു കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച ശേഷം പുറത്തിറങ്ങി. അപ്പോ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് താഴെ ഇറങ്ങിയത്. താഴെ ഇറങ്ങിപ്പോയിട്ട് വെള്ളം കുടിച്ചിട്ട് പ്രയാസപ്പെട്ട് മേലെ കയറിയപ്പോ ദാഹിച്ചു വലിയുന്ന ഒരു പട്ടിയെ കാണുകയാണ്, നായയെ കാണുകയാണ്. അയാൾ എന്താ ചെയ്തത്? വീണ്ടും താഴോട്ടിറങ്ങി, വെള്ളം എടുക്കാൻ പാത്രമില്ല. എന്നിട്ട് അദ്ദേഹം തന്റെ മെതിയടിയിൽ ഷൂയിൽ ആ ഹുഫയിൽ എന്ത് ചെയ്യാണ്? വെള്ളമെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് നായയെ കുടിപ്പിച്ചുടാ. അതിന്റെ പേരിൽ അയാൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മിണ്ടാപ്രാണിയോട് പോലും ഈ ദയയും കാരുണ്യവും കാണിക്കല് നമ്മക്ക് നിർബന്ധ പ്രിയപ്പെട്ടവരെ. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ? മനുഷ്യരുടെ കാര്യം പറയണോ? മക്കളുടെ കാര്യം പറയണോ? ഭർത്താവിന്റെ കാര്യം പറയണോ? ഭാര്യയുടെ കാര്യം പറയണോ? അതുകൊണ്ട് ഈ സ്വഭാവ മര്യാദകൾ എന്താണെന്നറിയോ? പലരും മറ്റുള്ള വിശ്വാസം അല്ലെങ്കിൽ മറ്റുള്ള കുറെ നന്മകൾ ചെയ്തിട്ട് അതിന്റെ മറവിൽ ഈ ദുസ്വഭാവങ്ങളൊക്കെയും പോറ്റി വളർത്തി ജീവിക്കുന്നവരാണ്. പാടില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. എല്ലാരും അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് ന്യായീകരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ നിഷ്കളങ്കരും ഭാര്യ വടക്കുമായിരിക്കും. ന്യായീകരിക്കുമ്പോൾ വർത്താനം പറയുമ്പോൾ നമ്മൾ വളരെ ഓക്കെയും മക്കൾ കേടുമായിരിക്കും. ന്യായീകരിക്കുമ്പോൾ ഇപ്പുറത്തെ എ എന്ന പാർട്ട്ണർ വളരെ ഓക്കെ ആയിരിക്കും, ബി മോശമായിരിക്കും. പക്ഷെ അവനവന്റെ മനസാക്ഷിയോട് സ്വതന്ത്രമായി നിന്ന് അവിവേകമില്ലാതെ വിവേകത്തോടെ വിചാരത്തോടെ കാര്യങ്ങൾ അപഗ്രഥിച്ചാൽ നമ്മളടുത്ത് എന്തെങ്കിലും പോരായ്മയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സമ്മതിക്കാൻ കഴിയും. എന്നാൽ ഇതെല്ലാം പരിഹാരമാവുള്ളൂ. ഇനിയോ ഇത് 50-40 കൊല്ലം ഇവിടെ ജീവിക്കുന്ന സൗകര്യത്തിനുള്ള നിയമമല്ല ഇത് പ്രിയപ്പെട്ടവരെ. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിൽ ഇതിലെ മിക്ക വിഷയങ്ങളിലും ശിക്ഷ ഖബറിൽ കിടക്കുക. മഹ്ശറിലും ബർസഖിലൊന്നും എത്തിയിട്ടില്ല. അങ്ങോട്ട് ശിക്ഷാ ഏരിയകളായ നരകത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് എന്ന പ്രശ്നം സമൂഹത്തിൽ പ്രശ്നമാണ്, കുടുംബത്തിൽ പ്രശ്നമാണ്. ഇനിയോ അത് മാത്രവുമല്ല, മിത്രങ്ങളോട് മാത്രമല്ല ഈ സ്വഭാവം വേണ്ടത്, ശത്രുക്കളോട് വരുതേ എന്ന് റസൂലുള്ളാഹി. ശത്രുക്കളോട് പോലും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിൽ തന്നെ ഓതി വെച്ച ആയത്തിൽ പറയുന്നുണ്ട്, എല്ലാരും മനസ്സ് തുറന്നിട്ട് നിങ്ങൾ കേൾക്കണം. അള്ളാന്റെ ഖുർആൻ പറയാണ് സൂറത്തുൽ നഹ്ലിലെ 126-ാമത്തെ വചനത്തിൽ, നിങ്ങൾ പ്രതികാര നടപടി നിങ്ങളെ ശത്രുവിനോട് എടുക്കുന്ന പക്ഷം നിങ്ങളോട് എടുക്കപ്പെട്ട നടപടി കൊണ്ട് അങ്ങോട്ടും എടുത്തുകൊള്ളുവിൻ. നമ്മളോട് എന്താണ് ചെയ്തത്? അതായത് ഒരു യുദ്ധമുഖത്തും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. ഇനിയോ എന്നിട്ട് അല്ലാഹു പറയാണ് വല ഇൻ സബർതും, ഇനി നിങ്ങൾക്കത് വിട്ടുകൊടുത്താൽ. ചില ആളുകൾ അങ്ങനെയില്ലേ, എ എന്ന പാർട്ട്ണർ എന്തെങ്കിലും പോരായ്മ ചെയ്താൽ ബി എന്ന ആൾ എന്ത് ചെയ്യും? പാർട്ട്ണർ മീൻസ് വെറും കച്ചവടങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അത് ഭാര്യ ആയാലും ഭർത്താവായാലും ശരി. ഭാര്യ 5-8 പോരായ്മകൾ ചെയ്തു, ഭർത്താവ് അത് മൂടി വെച്ചു, സേഫാക്കി. എന്നാൽ ഭർത്താവിന് എന്തെങ്കിലും ഫാൾട്ട് പറ്റി അല്ലെങ്കിൽ തോന്നി, അപ്പോഴത്തേക്ക് ഭാര്യ എന്ത് ചെയ്യുന്നില്ല? അത് മൂടി വെക്കുന്നില്ല, അതങ്ങോട്ട് തകർത്തുകളാണ്. മനസ്സിലായോ? അല്ലാഹു പറയാണ് നിങ്ങളോട് ഓരെങ്ങനെയാണോ ചെയ്തത് അങ്ങനെ നിങ്ങളോരോട് ചെയ്യാവൂ. അല്ലെങ്കിൽ വല ഇൻ സബർതും, ഇനി അഥവാ നിങ്ങൾ ക്ഷമിച്ചു കൊടുത്താൽ ലഹുവ ഖൈർ ലിസ്സാബിരീൻ, അതാണ് ഏറ്റവും നല്ലത് ക്ഷമാലുക്കൾ. ഏറ്റവും നല്ല ഉദാത്തമായ മാതൃക അതാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇനിയോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ഒരു മോശമായ വാർത്തകൾ പരന്നൊരു ഘട്ടമുണ്ടായിരുന്നുവല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹ് ഇബ്നു ഉസാസക്ക് ചെലവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. എന്താ വിഷയം? ബനു അൽ മുസ്തലഖ് യുദ്ധത്തിൽ, ആ യുദ്ധ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹുമായി ചേർത്തിട്ട് മുനാഫിക്കുകൾ ചില അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചു. പറയാൻ തന്നെ നമുക്ക് ബേജാറുള്ള കേസാണ്. അത് പ്രചരിപ്പിച്ച കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്തു പോറ്റുന്ന മിസ്തഹ് ഇബ്നു ഉസാസ എന്ന ആളും ഉണ്ടായിട്ട്. ആരാണ് ഈ ആയിഷ ബീവി? അബൂബക്കർ സിദ്ദീഖിന്റെ മോളാണ്. ആരാണ് അബൂബക്കർ സിദ്ദീഖ്? അള്ളാന്റെ റസൂൽ 8 വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് കയറുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിൽ ആദ്യമായി വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹത്തിന്റെ മകളെ പറ്റി മോശം പറയാ. അദ്ദേഹം പോറ്റിയൊരു മനുഷ്യനുണ്ട് അതിന്റെ അകത്ത്. വേദനയാൽ
അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ ഓനെ പോറ്റൂല, ഓനിക്ക് ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്, വലാ യഅ്തലി ഉലുൽ ഫളലി മിൻകും വസ്സഅതി അയ്യൂതു ഉലിൽ ഖുർബാ വൽ മസാകിന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളിൽ ശ്രേഷ്ഠതയും നിവൃത്തിയുമുള്ളവർ, കുടുംബബന്ധമുള്ളവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോന്നിട്ടുള്ളവർക്കും തങ്ങൾ കൊടുത്തു വന്നതിന് മുടക്കമുണ്ടാക്കരുതെന്ന് ആയത്ത്. നിങ്ങൾക്കറിയുമോ, യോഗ്യതയും കഴിവുമുള്ള ആളുകൾ കുടുംബങ്ങളെയും സാധുജനങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നവരെയും സഹായിക്കേണ്ടതാകുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അവർക്ക് സഹായം നൽകപ്പെടേണ്ടതിന് അവർക്കുള്ള അർഹത അവരുടെ കുടുംബബന്ധം, അവരുടെ കഴിവില്ലായ്മ, അവരുടെ സാധുത്വം, ത്യാഗം എന്നിവ തന്നെയാണ്. ആ കാരണം കൊണ്ട് അവരെ നമ്മൾ സഹായിക്കണം. വല്ല തെറ്റുകുറ്റവും അവർ ചെയ്തു പോയെന്ന് വെച്ച് അവരോട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ചെയ്തു വന്ന സാധനം നിർത്താൻ പാടില്ല എന്ന് ഖുർആനിലെ ആയത്ത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, സൂറത്ത് നൂറിലെ 22-ാമത്തെ ആയത്ത് നമ്മൾ വായിച്ചു നോക്കുക അർത്ഥസഹിതം. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന ചില ആളുകളിൽ പെങ്ങന്മാരെ നല്ലോണം പോറ്റും. പക്ഷെ പെങ്ങന്മാരിൽ നമുക്കെതിരെ എന്തോ ഒരു പണിയെടുത്തതിന്റെ പേരിൽ പിന്നെ ആ പെണ്ണിന് എന്ത് ചെയ്യൂല? ആ പെണ്ണിന് ചെലവിന് കൊടുക്കൂല, ശ്രദ്ധിക്കൂല. ഓളെ മോൻ എന്തെങ്കിലും ചെയ്തതായിരിക്കും, അതിന്റെ പേരിൽ ഓളാടേക്കുള്ളത് നിർത്തിക്കളയും. അയൽവാസി ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് അയൽവാസി ചെയ്തിട്ടുണ്ടെന്നോ അതിൽ പെട്ടിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അയൽവാസിനെ നമ്മൾ ഖരാബോ ചെയ്ത് കളയും, ഒന്നും കൊടുക്കൂല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അവരുടെ അടുത്ത് എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ല തെറ്റുകുറ്റവും അവർ ചെയ്തു പോയെന്ന് വെച്ച് അത് മുടക്കുവാനോ മേലിൽ വല്ല സഹായം നൽകുകയില്ലെന്ന് നിശ്ചയിക്കുവാനോ പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം. എന്നിട്ടോ അവരുടെ പക്കൽ വന്ന അബദ്ധങ്ങൾ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ വചനം ഉപദേശിക്കുകയാണ്, ശ്രേഷ്ഠതയും നിവൃത്തിയും ഉള്ളവർ എന്ന് പറഞ്ഞതുകൊണ്ട് കേവലം വലിയ ധനവാന്മാരും പ്രമാണികളും മാത്രമേ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ ധരിക്കരുത്. മനസ്സിലായോ? മറ്റുള്ള ആളുകൾക്ക് ഇതെല്ലാം കൊടുക്കേണ്ടത് വലിയ പൈസക്കാർ മാത്രമാണ്, നമ്മക്കൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. മറിച്ചോ എല്ലാവരും അവനവന്റെ കഴിവും ഹിതവും അനുസരിച്ച് ഇതിന് ബാധ്യസ്ഥർ തന്നെയാണ്. പക്ഷേ കഴിവും ത്രാണിയുമുള്ളവർ അത് ചെയ്യാതിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകാരം എന്തെങ്കിലും കാരണത്തെ ചൊല്ലി മുടക്കി കളയുന്നതും പാടില്ലെന്ന വസ്തുത പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാകുന്നു. ഇതിന്റെ മലയാളത്തിലെ തഫ്സീറാണ് ഞാൻ പ്രിയപ്പെട്ടവരെ വായിക്കുന്നത്. ഇവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹു പൊറുത്തു തരുന്നതിനെ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാന്റെ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം എന്താ? നിങ്ങൾക്ക് റബ്ബിന്റെ ഇസ്തിഗ്ഫാർ വേണമല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അയാൾക്കും പുറത്തു കൊടുത്തുകൂടെ എന്നാണ് അള്ളാന്റെ ചോദ്യം. ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വിട്ടുവീഴ്ച ലഭിക്കാൻ അവകാശമുണ്ടോ? ആകയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരേണ്ടതിനായി നിങ്ങൾ അവർക്കും മാപ്പ് നൽകേണ്ടിയിരിക്കുന്നു എന്നതാണ് അർത്ഥം. ഇവിടെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലുദ്ധരിച്ച നീണ്ട ഹദീസിൽ നിന്ന് വ്യക്തമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അപരാധം പറയുന്നതിൽ നിന്ന് ഒരു പങ്ക് വഹിച്ചത് നിമിത്തം മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഇനി ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതായിരുന്നു ഈ ആയത്തിറങ്ങാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ചിലപ്പോൾ എന്തറിയോ, ഈ കുത്തുബ കേൾക്കുന്ന ഈ ഫ്ലോറിലോ മുകളിലോ താഴെയോ ഉള്ള ആർക്കെങ്കിലൊക്കെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും ഇങ്ങനത്തെ പോരായ്മകൾ. ഇനി നമ്മളൊന്നും ഇതിൽ പെട്ടിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെയോ മറ്റന്നാളെയോ നമ്മുടെ ഈ ശബ്ദം ഓൺലൈനിലൂടെ കേട്ട ഏതെങ്കിലും ആൾക്ക് മനസ്സിലാവും ഇത്രയും ഡേഞ്ചറാണില്ലേ കാര്യം. അത്ര ആത്മാർത്ഥതയെ തന്നെ നമ്മളത് മനസ്സിലാക്കണം. കുത്തുബന്റെ ഭംഗിക്ക് വേണ്ടിയല്ല, അള്ളാഹുവാണ് സത്യം. കുത്തുബന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് പറയല്ല. ഇങ്ങനെയുള്ള ചെറിയ അടർത്തിയെടുത്താൽ നിസ്സാരമെന്നും എന്നാൽ പഠിച്ചു നോക്കിയാൽ വളരെ ഗൗരവമെന്നും വിചാരിക്കുന്ന എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കൊന്നും പറഞ്ഞു തരാതെ പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഏതേത് തിന്മകൾ എത്രത്തോളം അപകടകരമാണ് എന്ന് പറയാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ടില്ല. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം സൂക്ഷ്മത പുലർത്തുക. സ്വഭാവ സവിശേഷമായ ഇടപാടുകൾക്കിടയിൽ വരുന്ന സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് ഇന്നു മുതലെങ്കിലും സൂക്ഷ്മാലുക്കളായി ജീവിക്കുക. നമ്മുടെ സംസാരങ്ങൾ ഇതര കക്ഷികളെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല. അയാളിൽ എന്ത് പോരായ്മയുണ്ടെങ്കിൽ പോലും
അയാളോട് നിങ്ങൾ അവിവേകം കാണിക്കരുതേ എന്നാണ് ദീന് പറയുന്നത്. ഇനി അയാളിൽ ഉണ്ട് എന്ന് വിചാരിച്ച പോരായ്മ അഥവാ ഇല്ലാത്തതാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയ അത്ര ഗൗരവമുള്ളതല്ല എങ്കിൽ സ്വാഭാവികമാണ് സാമ്പത്തിക ആരോപണം, ലൈംഗിക ആരോപണങ്ങൾ. ഇതൊക്കെ എന്താണ്? പിടുത്തം വിട്ടാണ് പോവുക അല്ലേ? കയ്യിൽ നിന്ന് പോയാൽ പിടുത്തം വിട്ടാണ് പോവുക. അതൊരു ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ഒരു പഞ്ഞിക്കെട്ടുമായിട്ട് ഒരു മനുഷ്യൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് ആ പഞ്ഞിക്കെട്ടിങ്ങനെ പറത്തി അയാൾ സന്തോഷത്തോടെ. നമ്മൾ ഒരാളുടെ കുറ്റം കുടുംബത്തിലേക്കും നാട്ടുകാരിലേക്കും വിളിച്ച് പ്രചരിപ്പിക്കുന്നത് പോലെ അങ്ങനെ പഞ്ഞിക്കെട്ടുകളെല്ലാം പരത്തി. പിന്നെ അയാൾക്ക് തോന്നി പരത്തണ്ടായിരുന്നു. അങ്ങനെ അയാൾ പഞ്ഞിക്കെട്ട് എടുക്കാൻ ശ്രമിച്ച കിട്ടു. പ്രിയപ്പെട്ടവരെ, പഞ്ഞിക്കെട്ട് എങ്ങോട്ടാ പോവുക? അതേപോലെയാണത്രേ ഇത്തരം ആരോപണങ്ങൾ കടന്നു പോകുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ലൈംഗിക ആരോപണങ്ങളിലും കംപ്ലൈന്റ് പറയുന്നിടത്ത് പോലും 4 സാക്ഷികൾ വേണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചത്. എന്താ? മനുഷ്യൻ തകർന്നു പോവുക ചെയ്യുക, ആരെക്കൊള്ള പോയാലും. അതേപോലെ തന്നെ സാമ്പത്തിക ക്രമങ്ങൾ, അയാൾ സാമ്പത്തികമായിട്ട് പോരട്ടോ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാത്ത അറിയാത്ത ആൾ എന്താ വിചാരിക്കുക? അയാൾ കോടികൾ കട്ടിട്ടുണ്ടാവും എന്നാ വിചാരിക്കുക. എന്തോ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മളെല്ലാവരും. സംസാരത്തിൽ, ഇടപാടുകളിൽ നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ വേദനിപ്പിക്കുക. കാരണം എന്താ? എത്രയും വേഗത്തിൽ അയാൾ പിരിഞ്ഞു പോവുക. നമ്മളിത് സെറ്റിൽമെന്റ് ചെയ്യാൻ വിചാരിക്കും, കുറച്ച് കഴിയട്ടെ, കുറച്ചോ പഠിക്കട്ടെ, കുറച്ചോ ഗതികട്ടെ, കുറച്ചോ അനുഭവിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നതിനിടയിൽ അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മരിക്കാൻ സെക്കൻഡുകൾ മതി അല്ലേ? ചെറിയൊരു കാരണം മതി മരിച്ചു പോവാൻ. ആ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ തലക്കുമ്പുറത്ത് നിന്നിട്ട് കുറെ നേരം പൊക്കിയതുകൊണ്ടും 3 ദിവസം വീടും എവിടേക്കും പോവാതെ ആടങ്ങനെ കയ്യും കെട്ടി നിന്നതുകൊണ്ടും ഒന്നും കാര്യമില്ല. ജീവനുള്ള സമയത്തായിരുന്നു നമ്മളുടെ ആ സാന്നിധ്യവും സ്നേഹവും നമ്മൾ കാണിക്കേണ്ടത്. അവിടേക്ക് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും അറിവും കഴിവും ഈമാനും നൽകി അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സ്വഭാവ മേഖലകളിലും സമൂഹത്തിൽ ഇടപെടുന്നിടത്തും പരമാവധി ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയതിനു ശേഷം പ്രവാചകന്റെ ഒരു ഉപദേശമുണ്ട്. നീയുമായി ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കുക, നിനക്ക് തടയുന്നവന് നീ നൽകുക, നിന്നോട് അക്രമം കാണിക്കുന്നവനോട് വിട്ടുവീഴ്ച കാണിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ മറ്റൊരിക്കൽ പഠിപ്പിക്കുന്നുണ്ട്, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിം ഹറാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഹറാമല്ല, പവിത്രതയാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനാൽ പവിത്രമായിരിക്കണം. ദർറുഹു അവന്റെ രക്തം, വമാലുഹു അവന്റെ സമ്പാദ്യം, വഅർളുഹു അവന്റെ അഭിമാനം. അത് ഒരു മുസ്ലിമിന്റെ ഇത് 3ഉം മറ്റേ മുസ്ലിമിനാൽ പവിത്രമായിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിം കാരണത്താൽ ഇത് 3നും എന്തുണ്ടാവരുത്? ഒരു തകർച്ചയും ഉണ്ടാകരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കുക, തെറ്റിദ്ധാരണകൾ അങ്ങനെയാണ്. പ്രവാചകനെയൊക്കെ വല്ലാതെ വെറുത്ത യമാമയുടെ അധിപൻ സുമാമയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? വലിയൊരു ചരിത്രമാണ്. അവസാനം എന്താ ഉണ്ടായത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുമാമയെ അയച്ചു വിടാൻ പറയുന്നു. എന്നിട്ട് പിന്നീട് അദ്ദേഹം വന്നിട്ട് കുളിച്ച് വൃത്തിയായി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, പ്രവാചകരെ, ഭൂമിയിൽ എനിക്ക് താങ്കളുടെ മുഖത്തേക്കാൾ വെറുപ്പുള്ള മറ്റൊരു മുഖവും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം പ്രവാചകരെ താങ്കളുടെ മുഖമാണെന്ന് സുമാമ തിരുത്തി പറയാണ്. റസൂലുള്ളാഹിന് അങ്ങേയറ്റം വെറുപ്പായിരുന്നു. എത്ര ആളുകളാ റസൂലുള്ളാഹിനെ കൊല്ലാനായിട്ട് പുറപ്പെട്ടവര്. പിന്നീട് എന്താ ഉണ്ടായത്? പ്രവാചകനെ ഉഹുദിന്റെ ഭൂമിയിൽ പ്രവാചകന്റെ പല്ല് പൊട്ടിക്കാൻ പ്രവാചകൻ മരിച്ചു എന്ന കിംവദന്തി ഉണ്ടാക്കിയ, നമ്മളെ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ ആ സഹാബി എന്താ ചെയ്തത്? പിൽക്കാലത്ത് മരണം വരെ റസൂലുള്ളാഹിന്റെ പരിചയായി നിന്ന് പ്രവാചകനെ ഞാൻ എത്ര ആക്രമിച്ചുവോ അതിന് പകരം റസൂലുള്ളാഹിന്റെ പരിചയായി ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഓരത്ത് ചേർന്ന് നിന്ന് യുദ്ധമുഖത്ത് അടരാടിയ സഹാബിയില്ലേ? ആലോചിച്ചു നോക്ക്, എന്താ സഹാബത്ത് പറഞ്ഞത്? ഒരു രൂമകോപം പോലും മുറിവുകളില്ലാത്തതായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂലുള്ളാഹിക്ക് വരാനിരുന്ന മുറിവുകൾ
അദ്ദേഹം ഏറ്റുവാങ്ങി. എന്താ കാരണം? ഒരു കാലത്ത് ഞാൻ വല്ലാതെ ആക്രമിച്ചു പോയിരുന്നു റസൂലിനെ എന്ന കാരണത്താൽ. നമ്മൾ ആലോചിക്കുന്ന എല്ലാവരും, നമ്മളൊക്കെയും ശ്രദ്ധിക്കുക, ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്. പാപ്പനെ, ഉമ്മനെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, സമൂഹത്തിനിടയിൽ വെച്ച് അവരാരെയും നമ്മൾ തകർക്കരുത്. കൂട്ടുകാര്, അയൽവാസികൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ അല്ലെ. ചില ആളുകൾ കുറെ കാലം ദീന് പഠിപ്പിച്ചു തരുന്ന ഒരു ഉസ്താദായിരിക്കും, ഒരാളായിരിക്കും. പക്ഷെ അവസാനത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പോ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തന്ന, ഫാത്തിഹ പഠിപ്പിച്ചു തന്ന, നിസ്കാരം പഠിപ്പിച്ചു തന്ന, ദീന് പഠിപ്പിച്ചു തന്ന ആ മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്നിടത്തേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകും. അരുത് പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുക. സാമ്പത്തികമായ സൂക്ഷ്മതയും ലൈംഗികമായ സൂക്ഷ്മതയും അങ്ങേയറ്റമുള്ള കൃത്യതയും അതേപോലെ തന്നെ പക്വതയും അവധാനതയും ക്ഷമയും സഹനവും സഹവർത്തിത്വവും സഹാനുഭൂതിയും ഗുണകാംക്ഷയും എല്ലാമുള്ള നല്ലവരാകുക. നമ്മൾ ഏത് നിമിഷവും മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. ആ മരണം കടന്നു വരുന്നതിന്റെ മുമ്പ് തിരുത്താനാകുന്ന ആളുകൾക്ക് സന്തോഷിക്കാം, അല്ലാത്ത ആളുകൾ ഇനിയും ദുഃഖിക്കേണ്ടി വരും. ഈ മിമ്പറിൽ നിന്ന് വന്ന ശബ്ദം നിങ്ങളുടെ കർണപടങ്ങളിൽ അലയലികളായി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഖുത്ബ മാത്രം മതിയാകും നമുക്കെതിരായി പരലോകത്ത് നമ്മളെ ശിക്ഷയെ അതികഠിനമാക്കി മാറ്റാൻ. അതുകൊണ്ട് കേട്ടുകഴിഞ്ഞു, അറിയുന്ന ഭാഷയിൽ, മനസ്സിലാകുന്ന സംസാരത്തിൽ, ഏറ്റവും നല്ല വികാരത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞോരാ. അതുകൊണ്ട് ജീവിതത്തിന്റെ മുച്ചൂടും തിരുത്താനാണ് ജുമുഅ ഖുത്ബകൾ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആളുകൾക്കറിയാവുന്ന ഭാഷയിലാണ് അവരെ ഉപദേശിക്കേണ്ടത് എന്ന് ഖുർആൻ വരെ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആളുകളോട് അവർക്കറിയുന്ന ഭാഷയിൽ സംസാരിക്കാനല്ലാതെ ഒരു റസൂലിനെയും ഞാൻ അയച്ചിട്ടില്ല എന്ന് അള്ളാന്റെ ഖുർആനിൽ ആയത്ത് വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാനെ സൂക്ഷിച്ച് സ്വഭാവങ്ങളിൽ, ഇടപാടുകളിൽ നല്ല മനുഷ്യരാകുക. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവശത വർദ്ധിക്കുകയാണ് തണുപ്പിലും മഴയത്തൊക്കെ. അള്ളാഹു അവർക്കെല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ ഉമ്മയും ഉപ്പയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സംസാരത്തിലും ഇടപാടുകളിലും അവർക്ക് വല്ല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് കഴിഞ്ഞ ദിവസം വരെ മരിച്ചുപോയ യുവാക്കളടക്കമുള്ള പല ആളുകളുമുണ്ട്. അള്ളാഹുവെ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഞാൻ പറയുകയാണ്, ഒരു ഉമ്മാക്ക് മോനൊരു വയസ്സുള്ള കാലത്ത് ഒരു ഭർത്താവ് മരിക്കുകയാണ്. എന്നിട്ട് ആ മോന് വേണ്ടിയിട്ട് വിവാഹം പോലും കഴിക്കാതെ ജീവിച്ചൊരു ഉമ്മാന്റെ 23 കൊല്ലം ആ മോനെ വളർത്തി വലുതാക്കിയിട്ട് ആ മോൻ ഇന്നലെ ഒരു ആക്സിഡന്റിൽ മരിക്കുക. ആരുമില്ല ഉമ്മക്ക്. ആലോചിച്ച് നോക്കിയേ. അങ്ങനെ മാനസികമായി തകർന്നു പോകുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് മുസീബത്തുകളുണ്ട്. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റുമാറാവട്ടെ. ഇത്തരം പ്രയാസങ്ങൾ വന്നവർക്ക് ഏറ്റവും നല്ല സമാധാനം അള്ളാഹു പകരം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.